രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു ബോംബ് പൊട്ടിച്ചു. അത് വലിയ ആറ്റം ബോംബ് പോലത്തെ ഒരു ബോംബാണ് പൊട്ടിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പല മാധ്യമങ്ങളും അത് പറയുന്നുമുണ്ട്. സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു. റിപ്പോർട്ടർ ചാനലൊക്കെ വളരെ കാര്യമായിട്ട് അത് ചർച്ച ചെയ്തു. ഏഷ്യാനെറ്റും എല്ലാവരും ചർച്ച ചെയ്തു. മാതൃഭൂമി. രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമുള്ള സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക. കർണാടകയിൽ മാത്രം 1,250,000 കള്ളവോട്ടുണ്ട് എന്ന് ഇതുൾപ്പെടെയുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. മഹാദേവപുരയിലെ ക്രമക്കേട് പോലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടറുണ്ട് 11,965 പേർ, വ്യാജവിലാസവും ഇല്ലാത്തവർ 40,009 പേർ, ഒറ്റ വിലാസത്തിലുള്ളവർ 10,450 പേർ, യഥാർത്ഥ ഫോട്ടോയിലില്ലാത്തവരും അങ്ങനെ കള്ളത്തരം കാണിച്ചവർ 4,132 പേർ. അങ്ങനെ വലിയ തോതിലുള്ള കള്ള വോട്ട് കൊണ്ടാണ് 10-25 സീറ്റ് മോഡി നേടിയത്, അല്ലെങ്കിൽ BJP നേടിയത് എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടായി. അദ്ദേഹം വലിയ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുമൊക്കെ വച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത്. വളരെ ശാസ്ത്രീയമായിട്ടും പ്രൊഫഷണലായിട്ടുമാണ് അവതരിപ്പിച്ചത്. മിക്കവാറും എല്ലാ ചാനലുകാരെയും വിളിച്ചിരുന്നു. KC വേണുഗോപാൽ അവിടെ ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനം നടക്കുന്ന ഹാളിൽ, വലിയ ഹാളിലാണ് നടന്നത്. ആ ഹാളിൽ ഏറ്റവും പുറകിലായി ചാണ്ടി ഉമ്മനും ഇരിക്കുന്നുണ്ടായിരുന്നു. അതും ഒറ്റയ്ക്കിരുന്നത് കൊണ്ടൊരു വാർത്ത വന്നിട്ടുണ്ട്, അതിനെ സംബന്ധിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. എന്തായാലും ഇത് രാഹുൽ ഗാന്ധി വളരെ ശക്തമായി പറഞ്ഞു. ഇനി മറുപടി പറയേണ്ടത് BJPയും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇതിനിടയിൽ ഉടൻ തന്നെ രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ് മിനിറ്റുകൾക്കകം ഇലക്ഷൻ കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻ, ഒരു പ്രസ് റിലീസ് പുറത്തു വന്നു. അതിൽ കർണാടകത്തിൽ രാഹുൽ ഗാന്ധി വോട്ടുണ്ടെന്ന് പറയുന്ന 2-3 പേർക്ക് ഉത്തർപ്രദേശിലും വോട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ സമർത്ഥിക്കുന്നതിൽ തെറ്റാണ്. ഉത്തർപ്രദേശിൽ അവർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ രംഗത്ത് വന്നു. കർണാടകത്തിലെയും മറ്റ് സ്റ്റേറ്റുകളിലെയും രാഹുൽ ഗാന്ധി പരാതി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള മറ്റ് സ്റ്റേറ്റുകളിലെ 2 സ്റ്റേറ്റിൽ, കർണാടക ഉൾപ്പെടെയുള്ള 2 സ്റ്റേറ്റിലെ COമാർ, ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ, ഇലക്ഷൻ ഓഫീസർമാർ പ്രസ് റിലീസുമായി വന്നിട്ടുണ്ട്. ഇരട്ട വോട്ടോ കള്ളവോട്ടോ ഫോട്ടോ ഇല്ലായ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അതാത് സ്ഥലങ്ങളിൽ പരാതി കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധിയിൽ നിന്നും ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ പ്രാദേശിക കോൺഗ്രസ്സുകാർക്ക് ചെയ്യാവുന്നത്, ഇതിനെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കണം. കള്ളവോട്ട് മുൻപ് ഉണ്ടായിട്ടുണ്ട്, ഇരട്ട വോട്ട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കേസ് കൊടുത്താൽ, കേസല്ല ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ അവിടെ അവർ പരിശോധിക്കപ്പെടും. ഇവിടെ പ്രശ്നം അതല്ല. വളരെ വ്യാപകമായി പർപ്പസായി BJPക്കാർ ലക്ഷക്കണക്കിന് ആളുകളെ പല സംസ്ഥാനങ്ങളിൽ ചേർത്തിരിക്കുന്നുവെന്നും അത് ഇങ്ങനെ വലിയ അഴിമതിയാണെന്നും ആ അഴിമതിയിലൂടെയാണ് മോഡി വന്നതെന്നുമെന്നുള്ള ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി തന്നെ ബോംബുകൾ പൊട്ടാം. പിന്നൊരു ആരോപണം കൂടെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. പേപ്പറിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് കൊടുക്കുന്നത്, പ്രിൻ്റഡ് വോട്ടേഴ്സ് ലിസ്റ്റാണ്. അതിൽ നിന്ന് കണ്ടുപിടിക്കുക എളുപ്പമല്ല. ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷനിലുണ്ട്, അത് കൊടുക്കുന്നില്ല. പക്ഷേ അതിൻ്റെ നിയമവശം എനിക്കറിയില്ല. ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് അവരുടെ കസ്റ്റഡിയിൽ വയ്ക്കേണ്ടതാണോ, പ്രിൻ്റഡ് മാത്രമേ പുറത്തു കൊടുക്കുള്ളൂ എന്ന് നമുക്കറിയില്ല. അത് വേറൊരു നിയമവിഷയമാണ്. എന്തായാലും രാഹുൽ ഗാന്ധി വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ആരോപണമാണ് വച്ചിരിക്കുന്നത്. പക്ഷേ അത് ചീറ്റിപ്പോകുന്ന ഒരു ആരോപണമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷണർ ഓഫീസർമാർ തന്നെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ തന്നെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും വീണ്ടും പുതിയ യുദ്ധങ്ങളിലേക്കും പുതിയ വാക്തർക്കങ്ങളിലേക്കും സംവാദങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും വഴിതെളിക്കും. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. രാഹുൽ ഗാന്ധി പറയുന്നതാണോ ശരി, അതോ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതാണോ ശരി? എന്തായാലും തൽക്കാലം ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് രാഹുൽ ഗാന്ധിയാണ്. അത് ഇനി രാഹുൽ ഗാന്ധി വേഴ്സസ് BJP ആകും. അത് ആവുന്നതിന് സമയമെടുക്കും. പക്ഷേ അത് ആകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.